അമേരിക്കൻ തൊഴിൽ വിപണിയിൽ യുവ ബിരുദധാരികൾ നേരിടുന്ന പ്രതിസന്ധികൾ അതീവ ഗുരുതരമായി തുടരുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2020 മഹാമാരി കാലത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന യുവാക്കൾക്ക് തങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലികൾ കണ്ടെത്താനാകാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. തൊഴിലവസരങ്ങൾ കുറയുന്നതും റിക്രൂട്ട്മെന്റ് പ്രക്രിയയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI സ്വാധീനം ചെലുത്തുന്നതും പുതിയ ഉദ്യോഗാർത്ഥികളെ തളർത്തുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ഗാർഡിയൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിലെ ബിരുദധാരികൾക്കിടയിൽ അണ്ടർ എംപ്ലോയ്മെന്റ് അഥവാ കുറഞ്ഞ വേതനത്തിലോ കുറഞ്ഞ യോഗ്യതയിലോ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം 42.5% ഉയർന്നിട്ടുണ്ട്. 2020 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. സമ്പദ് വ്യവസ്ഥയിൽ പ്രകടനമായ അസ്ഥിരതയും AI കടന്നുകയറ്റവുമാണ് ഇതിന് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എൻട്രി ലെവൽ തസ്തികകളിലേക്ക് പോലും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം തൊഴിലുടമകൾ ആവശ്യപ്പെടുന്നത് പുതുതായി വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ശരാശരി 90-ലധികം അപേക്ഷകൾ സമർപ്പിച്ചിട്ടും പകുതിയിലധികം കമ്പനികളും അവ സ്വയമേവ നിരസിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പല എൻട്രി ലെവൽ ജോലികൾക്കും 3 മുതൽ 5 വർഷം വരെ പ്രവൃത്തി പരിചയം നിർബന്ധമാക്കുന്നത് യുവാക്കളെ തൊഴിലന്വേഷണത്തിൽ നിന്ന് തന്നെ പിന്നോട്ട് നയിക്കുന്നുണ്ട്. AI ഉപയോഗിച്ചുള്ള റിക്രൂട്ട്മെന്റ് രീതികൾ വന്നതോടെ അപേക്ഷകൾ കൂടുതൽ കർശനമായി പരിശോധിക്കപ്പെടുകയും പലതും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ട്. വൈറ്റ് കോളർ ജോലികൾ വെട്ടിക്കുറയ്ക്കപ്പെടുന്നതും മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ്. നിലവിൽ ബിരുദധാരികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 6%-അടുത്താണ്. ഇത് രാജ്യത്തെ പൊതുവായ തൊഴിലില്ലായ്മ നിരക്കിനേക്കാൾ കൂടുതലാണ്. AI വളർച്ച പല ജൂനിയർ തസ്തികകളെയും ഇല്ലാതാക്കിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ഈ പ്രശ്നം ChatGPT പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നതിന് മുമ്പേ ആരംഭിച്ചതാണെന്നും നിരീക്ഷകർ പറയുന്നുണ്ട്. ബിരുദധാരികളുടെ എണ്ണം വർദ്ധിച്ചതും തൊഴിലുടമകൾ ബിരുദം എന്ന നിബന്ധന പല തസ്തികകളിൽ നിന്നും ഒഴിവാക്കിയതും മത്സരത്തിന്റെ കാഠിന്യം കൂട്ടിയെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 2022 ശേഷം തൊഴിൽ വിപണിയിൽ പ്രകടമായ ഈ മന്ദഗതി ബിഗ് ഫ്രീസ് എന്നാണ് അറിയപ്പെടുന്നത്. സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, പണപ്പെരുപ്പം, ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ എന്നിവ കാരണം കമ്പനികൾ പുതിയ നിയമനങ്ങൾ നടത്തുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല. ആവശ്യമായ പരിശീലനം നൽകി പുതിയ ആളുകളെ എടുക്കുന്നതിന് പകരം നേരത്തെ പരിചയസമ്പന്നരായവരെ മാത്രം തിരഞ്ഞെടുക്കാനാണ് കമ്പനികൾ ശ്രദ്ധിക്കുന്നത്. ഇത് യുവാക്കളുടെ ഭാവിയെയും കരിയർ വളർച്ചയെയും ദോഷകരമായി ബാധിക്കുന്നു. കൃത്യമായ മറുപടി നൽകാതെ അപേക്ഷകരെ അവഗണിക്കുന്ന രീതിയും വിപണിയിൽ വ്യാപകമായിട്ടുണ്ട്. ഇത്തരം സമ്മർദ്ദങ്ങൾക്കിടയിൽ പഠിച്ചിറങ്ങുന്ന തലമുറ വലിയ മാനസിക വെല്ലുവിളികളും നേരിടുന്നുണ്ട്. സ്മിത്ത് കോളേജിലെ ഒരു വിദ്യാർത്ഥിനി ഗാർഡിയനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഓരോ വാരാന്ത്യത്തിലും 2 മണിക്കൂറിലധികം ഞാൻ ജോലിക്ക് അപേക്ഷിക്കാൻ മാറ്റിവെക്കുന്നു. ഇതുവരെ 90-ലധികം അപേക്ഷകൾ നൽകി. അതിൽ 55% നിരസിച്ചു. ബാക്കിയുള്ളവരിൽ നിന്ന് മറുപടിയേയില്ല. എനിക്ക് വലിയ നിസ്സഹായത തോന്നുന്നു. കമ്പനികൾ പുതിയ ആളുകളെ പരിശീലിപ്പിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ലെന്ന് മിനസോട്ടയിലെ ഉദ്യോഗാർത്ഥി പറയുന്നു. കൃത്യമായ യോഗ്യതയുള്ളവർക്ക് മാത്രമേ അവർ അവസരം നൽകുന്നുള്ളൂ എന്നും ഉദ്യോഗാർത്ഥി കൂട്ടിച്ചേർത്തു.